അപ്പൊ ഞങ്ങള് ഓണം ഷോപ്പിങ്ങിന് വേണ്ടി പോവാണ്. അപ്പൊ ഞങ്ങള് ഓണത്തിന് കൊറേ ഉണ്ടല്ലോ എന്ന് വിചാരിച്ച് എക്സാം ഒക്കെ കഴിഞ്ഞിട്ട് വെക്കേഷനില് ഷോപ്പിംഗ് ചെയ്യാന്നാ വിചാരിച്ചത്. ഇപ്പൊ കാത്തിരുന്ന് ഓണം അടുക്കാറായി. അപ്പൊ ഞങ്ങള് പോയിട്ട് വരട്ടോ. അപ്പൊ ഞങ്ങള് വൈകുന്നേരം ആട്ടോ ഷോപ്പിങ്ങിന് ഇറങ്ങി. ആദ്യം തന്നെ ലച്ചുവിനും ചേച്ചിക്കുള്ള തയ്ക്കാനുള്ള ഡ്രസ്സാണ് നോക്കിക്കൊണ്ടിരിക്കണേ. ഈ വൈറ്റ് ക്ലോത്താണ് കേട്ടോ എടുത്ത്. ആ ക്ലോത്ത് കട്ട് ചെയ്യുന്നതിന്റെ ഇടയിൽ അവിടെ ഒരു റെഡിമെയ്ഡ് ബ്ലൗസ് കണ്ടപ്പോ ചേച്ചിക്കൊന്ന് വെച്ച് നോക്കുകയാണ് അമ്മ. പിന്നെ ജമ്പറിനുള്ള തുണി കൊടുത്തിട്ടോ. പിന്നെ അവിടെ പല പ്രൈസിലുള്ള ഡ്രസ്സുകളും ഹാങ്കർമിൽ തൂക്കിയിട്ടിട്ടുണ്ടായിരുന്നു. ലച്ചുവിനൊക്കെ പറ്റിയ ഡ്രസ്സുകളാണ് ഇവിടെ കാണുന്നത്. പക്ഷെ അവൾക്കൊരു കൂട്ടം എടുത്തോണ്ട് തന്നെ ആ കൂട്ടത്തിന്ന് വാങ്ങിയില്ല. പിന്നെ നേരെ പോയത് എനിക്കൊരു ടീഷർട്ട് എടുക്കാനാട്ടോ. അതിൽ എനിക്ക് 2 ടീഷർട്ട് നല്ല ഇഷ്ടപ്പെട്ടിരുന്നു. എന്റെ സൈസിലല്ലാത്തോണ്ട് എനിക്ക് എടുക്കാൻ പറ്റിയില്ല. ആ ടീഷർട്ട് എടുത്തേരെ ഞങ്ങൾ ഓഫർ പ്രൈസിൽ വെച്ച സാധനങ്ങൾ നോക്കാൻ പോയി. ഇവിടെ 120 രൂപയുടെ ടീഷർട്ട് കണ്ടപ്പോൾ ഞങ്ങൾക്ക് എല്ലാവർക്കും ഓരോ വീച്ച വാങ്ങി. അത് കഴിഞ്ഞ് അമ്മ 2-3 പലാസ പാൻറ് വാങ്ങി. പിന്നെ എനിക്ക് ടീഷർട്ടിലേക്കുള്ള പാൻറ് നോക്കിക്കൊണ്ടിരിക്കുകയാണ്. പാൻറ്റൊക്കെ പിന്നെ ഞാൻ അവിടെ നിന്ന് തന്നെ ഇട്ട് നോക്കി. ഞങ്ങൾ ഡ്രസ്സ് എടുത്ത് താഴേക്ക് വന്നപ്പോൾ ദീപേഷ് പാപ്പനും മേമേനും കുട്ടികളൊക്കെ കണ്ടു. അവരും ഓണക്കോടി എടുക്കാൻ വന്നതാട്ടോ. അങ്ങനെ ഞങ്ങൾ അവിടുന്ന് ബില്ലാക്കി നേരെ പോയത് ചിക്കുബക്കിലേക്കാണ്. പിന്നെ ഞങ്ങൾ നേരെ പോയത് കൊണ്ടോട്ടി മൈജി ഷോപ്പിലേക്കാണ്. ഒരു വാഷിംഗ് മെഷീനും 2 ഫാനും വാങ്ങാൻ വേണ്ടിയാണ് മൈജിയിലേക്ക് പോയത്. വീട്ടിലെ വാഷിംഗ് മെഷീൻ കേട് വന്നപ്പോൾ ഓണത്തിൻ്റെ ഓഫറിൽ വാഷിംഗ് മെഷീൻ വാങ്ങാമെന്ന് വിചാരിച്ചായിരുന്നു. ഞങ്ങൾ ഇവിടെ എത്തിയപ്പോൾ ഏകദേശം 7 മണി ആയിട്ടുണ്ട്. അപ്പം നല്ല തിരക്കുണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ ഫാനും വാഷിംഗ് മെഷീനൊക്കെ വാങ്ങി. ഫാൻ അപ്പം തന്നെ ഞങ്ങൾക്ക് തന്നു. വാഷിംഗ് മെഷീൻ വീട്ടിലേക്ക് എത്തിച്ചു തരും. പിന്നെ ഞങ്ങൾ നേരെ പോയത് പരാഗിക്കാണ്. അമ്മയ്ക്കൊരു ടോപ്പ് അടിക്കാനുള്ള തുണി വാങ്ങാൻ വേണ്ടി പോയതാണ്. ഇവിടെ പിന്നെ ഏറെക്കുറെ എല്ലാ മെറ്റീരിയലുകളും കിട്ടും. പരാഗ് പിന്നെ ഒരുവിധം സ്ഥലത്തൊക്കെ ഉള്ളത് കൊണ്ട് തന്നെ എല്ലാവർക്കും അറിയായിരിക്കും. അങ്ങനെ അമ്മയ്ക്കുള്ള ഡ്രസ്സൊക്കെ എടുത്ത് ഞങ്ങൾ വീട്ടിലെത്തിയപ്പോൾ ഏകദേശം 10 മണിയൊക്കെ ആയിട്ടുണ്ട്. അപ്പോൾ ഗൈസ് ഞങ്ങൾ ഡ്രസ്സൊക്കെ എടുത്ത് വന്നിട്ടുണ്ട്. ഞങ്ങൾക്കുള്ളത് മാത്രമേ എടുത്തിട്ടുള്ളൂ. അച്ഛനുള്ളത് അച്ഛന് പൊതുവെ ഷർട്ടിനുള്ള തുണിയൊക്കെ വാങ്ങി തയ്ക്കാറാണ്. അപ്പൊ അത് പിന്നെ പോയി എടുത്തോളാന്ന് പറഞ്ഞു. അപ്പൊ ഞങ്ങൾ എടുത്ത ഡ്രസ്സൊക്കെ ഒന്ന് കാണിച്ചു തരാം. അപ്പൊ ഇത് ഞങ്ങൾക്ക് സ്കേർട്ടിനുള്ള തുണിയാണ്. ഞങ്ങൾക്ക് പൊതുവെ തുണി വാങ്ങിയിട്ട് അടിക്കാറാണ് ചെയ്യാറ്. ഞാൻ ഇട്ട ഈ ഡ്രസ്സൊക്കെ അച്ഛൻ തയ്ക്കണാണ്. അച്ഛൻ പിന്നെ ഏത് ഡിസൈൻ കാണിച്ചു കൊടുത്താലും തയ്ക്കണോണ്ട് ഞങ്ങള് പൊതുവെ തുണിയാണ് എടുക്കാറ്. ഇത് കുപ്പായത്തിക്കുള്ള തുണിയാണ്. ഇതിലൊന്ന് എനിക്കും ഒന്ന് ചേച്ചിക്കാണ്. ഇത് പിന്നെ സച്ചുവിന് വാങ്ങിയ ഒരു ടീഷർട്ടാണ്. പിന്നെ ഷർട്ടൊന്നും ഇഷ്ടമല്ല, ഫുള്ള് ടീഷർട്ടാണ്. അതുകൊണ്ട് ടീഷർട്ടും അതിനുള്ള ജീൻസാണ് വാങ്ങിയത്.
അമ്മയ്ക്കും ടോപ്പ് അടിക്കാനുള്ള തുണി തന്നെയാണ് വാങ്ങിയത്. കുറെ കാലമായി അമ്മ ഒരു പച്ചയും തിരഞ്ഞ് നടക്കണേ. അപ്പൊ പച്ചന്നെ കിട്ടിയിട്ടുണ്ട്. ഞങ്ങളെ വീട്ടിൽ നിന്ന് ഇടാൻ വേണ്ടിയിട്ട് അവിടെ ഓഫർ ഉണ്ടായപ്പോ വാങ്ങി കുറച്ച് ഡ്രസ്സാണ്. ഈ പാന്റിനൊക്കെ ഇത് പലാസോ പാന്റാണ്. ഇതിനൊക്കെ 90 രൂപ. ഈ പലാസോ പാന്റിന് 90 രൂപയാണ്. ഇതതിന്റെ വേറെ കളർ ചേഞ്ച് ആണ്. ഇതിന് 90 ആണ്. ഇതിക്ക് വേണ്ടി വാങ്ങിയൊരു ബനിയനാണ്. അപ്പൊ ഇതിന് 149 രൂപ ഉള്ളൂ. ഇത് പിന്നെ കുറച്ച് പുറത്തേക്ക് ഇട്ടിട്ട് പിന്നെ വീട്ടിൽ നിന്ന് ഇടാന്ന് വിചാരിച്ചതാണ്. 120 രൂപ ഉള്ളൂ. ഇത് വീട്ടിൽ നിന്ന് ഇടാൻ വാങ്ങിയതാണ്. അതുപോലെ വേറൊരു പലാസോ പാന്റാണിത്. ഇതിന് 90 രൂപ ഉള്ളൂ. ഇത് സച്ചിന് വാങ്ങിയ ബനിയനാണ്. ചേച്ചിന്റെ ബനിയനാണ്. ഇപ്പൊ കാണിച്ച എല്ലാത്തിനും 120 രൂപ ഉള്ളൂ കേട്ടോ. അമ്മേന്റെ ഡ്രസ്സ് ഈ വാങ്ങിയ ഡ്രസ്സൊക്കെ ഞങ്ങളെ ഞങ്ങളുടെ നാട്ടിലെ പറമ്പിപ്പീടിയ നിലാവെന്നാണ് വാങ്ങിയത്. ഇതിന് ഞങ്ങളെ സ്കേർട്ടിന് വാങ്ങിയ ആ തുണിക്ക് മീറ്ററിന് 160 അവിടെ നല്ല സെലക്ഷൻ ഒക്കെ ഉണ്ട്. നല്ല വില ആയിട്ടൊന്നും ഞങ്ങൾക്ക് തോന്നിയിട്ടില്ല. ഇതൊക്കെ തയ്ച്ചിട്ട് കാണിച്ചു തരാം ഗൈസ്.